നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ 8ാം ദിവസമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ചോദ്യം ബാക്കിയാവുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഉണ്ടാകുമല്ലേ? രാഹുൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയുടെ മുൻവശത്ത് നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് വെച്ച കീഴടങ്ങാൻ, അതായത് പാലക്കാട് കൽപ്പറ്റയിൽ വെച്ച് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ കീഴടങ്ങാനുള്ള തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു സൂചനകൾ ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചത് അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കീഴടങ്ങുക എന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന വിധി എന്താണ്? കഴിഞ്ഞ ദിവസം പോലും കോടതിക്ക് മതിയായിട്ടില്ല ഈ കാര്യങ്ങൾ വാദിച്ച് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണിക്കൂറുകൾ, ഏകദേശം 2 മണിക്കൂറോളം നീളുന്ന വാദപ്രതിവാദങ്ങൾ, എന്നിട്ടും ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം വിസ്താരം ഉള്ള ഒരു കേസിൽ ഒരു ജാമ്യം എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല. അപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല എങ്കിൽ എന്തായാലും ഇത്രയും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും നാറി. ഒരു കേസ് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതൊരു പ്രേരിതമായിട്ടുള്ള കേസാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അതല്ല സംഗതി. പാർട്ടിയിലുള്ള ആളുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ് സഹിതം പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷഹനാസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം വളരെ ഗൗരവകരം തന്നെയാണ്. അതായത് അവർ ചെയ്തിരിക്കുന്ന, രാഹുൽ മാങ്കൂട്ടം ഇത്രയും കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും പുറത്തു പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണ് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഓരോ പെൺകുട്ടികളെയും വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടാണ്, അല്ലാതെ ഈ പറയുന്ന പരാതിക്കാര് ചൂണ്ടിക്കാണിക്കുന്നത് പീഡിപ്പിച്ചു അങ്ങനെയുള്ള ടേംസ് ആണ്. പക്ഷെ അങ്ങനെയുള്ള ടേംസിനേക്കാൾ ഉപരി വിശ്വാസവഞ്ചനയിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ട് അത്തരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുരുഷ കമ്മീഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ നമ്മളോട് പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത്? അദ്ദേഹം സ്നേഹം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പെൺകുട്ടിയുടെ സമ്മതത്തോടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് അവർ വാദിച്ചു ജയിക്കുന്നത്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കൊടുക്കുന്ന വാക്ക് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിയിലൊന്നുമല്ല ഇപ്പോഴത്തെ കേരളം. എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഇതെന്റെ ഭർത്താവ് ആകും എന്നുള്ളൊരു ഉറപ്പ് ആ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇര മാത്രമായിരുന്നു എന്നത് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇതിനൊക്കെ ശേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഷഹനാസിന്റെ പ്രതികരണം. അതായത് പാർട്ടിയിലെ ആളുകൾ പോലും ഇത് കണ്ട് മടുത്തപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിൽ പാർട്ടിക്ക് ഒരു കോട്ടം വരരുത്, തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, അത് പാർട്ടിക്ക് ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സ്ഥാനം പിടിച്ച് ഒരു തിരിച്ചുവരവ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു UDF. അപ്പോൾ UDFന്റെ ഒരു തിരിച്ചുവരവിനെ ഇത് പ്രതിഫലനമായി മാറരുത് എന്നുള്ളത് കൊണ്ട് പലരും നിശബ്ദമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പോലീസിന്റെയും സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും തന്നെ നിലപാടുകൾ പലപ്പോഴും പാർട്ടിക്കുള്ളിലും അരോചകരമായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഷഹനാസ് അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഷാഫി പറമ്പിൽ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും എനിക്ക് പങ്കില്ല, എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നത്. അവരുടെ ബന്ധം ഒരിക്കലും രാഹുലിനെതിരെ ഒരു നടപടി എടുക്കുന്നതിൽ തടസ്സമാകില്ല എന്ന് ഷാഫി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഷഹനാസ് ആ ബോംബും പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ യഥാർത്ഥ മുഖം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷഹനാസിനെ പോലുള്ള ഒരുപാട് സ്ത്രീകൾ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിച്ചതാണ്. എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാൾക്ക് ജനപിന്തുണ കിട്ടുമെന്ന് വ്യക്തമായിട്ട് ഈ തെറ്റുകളൊക്കെ മറച്ചു വെച്ച ഒരു ആക്ഷൻ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ മാത്രം എടുത്താൽ മതിയായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഒരു നടപടി എടുത്ത് ഒരു വാണിംഗ് കൊടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നോട്ട് നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാക്കിയുള്ള കേസുകളൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഒരു നടപടിയും എടുക്കാതെ ഒന്നും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞേ ഇല്ല എന്നുള്ള ഭാവത്തിൽ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആകെ മൊത്തം തകർന്നടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തടക്കം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് തന്നെയായിരുന്നു UDFന്റെ ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ 4-5 ദിവസം പ്രചാരണങ്ങൾ ശക്തമായി UDFന്റെ സാധ്യതകൾ ഉറപ്പായ സമയത്താണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും തലപൊക്കി വരുന്നത്. ഇപ്പോൾ ഇത് തലപൊക്കി വരുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊരു സംശയം എന്നതിനേക്കാൾ അതൊരു സ്ഥിരീകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താണെന്നറിയാമോ,
വലിയ പിടികിട്ടാ പുള്ളികളെ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ചരിത്രമുള്ള കേരള പോലീസിന്റെ സംവിധാനത്തിന് 8 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റൂട്ട് മാപ്പ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ട് പോലും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ല എന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ മനഃപൂർവ്വം ഇപ്പോഴൊന്നും പിടിക്കേണ്ട, ഇത്തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എന്തായാലും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെയായിരിക്കും. മറ്റ് സ്വർണ്ണക്കൊള്ളയാവട്ടെ, മസാല ബോണ്ട് കേസാകട്ടെ, മറ്റെല്ലാ വിവാദങ്ങളും പ്രാധാന്യം കുറഞ്ഞു പോകും എന്നത് വ്യക്തമാണ്. അതായത് ഒരു പ്രേരിതമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ പോലീസിന് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങുക എന്ന് പറയുന്നതും പ്രായോഗികമല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തിരിക്കുന്ന ആദ്യ പരാതിയിൽ ഒരു പക്ഷേ വാദിച്ച് ജയിച്ചൊരു ജാമ്യമൊക്കെ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നീട് വന്നിട്ടുള്ള പരാതികളുടെ ഒരു വിശകലനം എടുത്തു നോക്കുമ്പോൾ അതല്ല അവസ്ഥ. രാഹുൽ മാങ്കൂട്ടൽ കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ സഹിതമാണ് ഓരോ പെൺകുട്ടികളും പരാതികളും ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ പോലീസിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടും, ജയിലിൽ ആകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി പോലും കൈവിട്ട സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം അടക്കം പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സ്ത്രീ നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവരൊക്കെ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സ്ത്രീ നേതാക്കൾ അടക്കമുള്ളവർ പരസ്യമായി തന്നെ രാഹുലിനെതിരെ നിലപാട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ളൊരു ഉണ്ടാകും, ഒരു തീരുമാനം ഉണ്ടാകും എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് കടന്നില്ല. എങ്കിലും ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അപ്പൊ അത്തരത്തിലൊരു തീരുമാനം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതെന്താന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ ആദ്യമൊന്നും പ്രതികരിച്ചില്ല എങ്കിൽ പോലും പിന്നീട് പരാതിയുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഒരു നിലപാട് സമൂഹ മാധ്യമങ്ങളോട് അറിയിക്കേണ്ടായി. അതായത് നീതി അത് ജയിക്കുന്നത് വരെ ഞാൻ പോരാട്ടത്തിന് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പാർട്ടിയിലുള്ള കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. തെറ്റു ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് ഓടി ഒളിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒളിച്ചു കളിക്ക് വേണ്ടിയിട്ടല്ല പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നോട്ട് നിർത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന് പാർട്ടിയും പറയാതെ പറഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 2 ദിവസം ജയിലിൽ കിടന്നാൽ 3ാമത്തെ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് ജനപിന്തുണ കൂടുന്നത്. പക്ഷെ എന്തിന് ഈ 8 ദിവസത്തോളം മറഞ്ഞു നിന്നു എന്നത് ഒരു വലിയൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ പോലീസ് അവിടെ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആരാണ് പോലീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചന നൽകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഇപ്പൊ തന്നെ അവർക്ക് സംശയമുണ്ട്, ഈ പോലീസിനുള്ളിൽ നിന്ന് തന്നെ ആരോ ചോർത്തുന്നുണ്ട് വിവരങ്ങൾ രാഹുലിന്. അപ്പൊ അത്തരത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും പോലീസ് സേനയിൽ ഉണ്ടോ എന്നൊരു സംശയം നിലവിൽ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടെത്തി അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവിടെ ഇല്ല ആള്. അപ്പൊ ആരോ സഹായം നൽകുന്നുണ്ട് എന്നൊരു സംശയങ്ങൾക്ക് അത് 2 രീതിയിൽ എടുക്കാം. സഹായം നൽകുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രധാനി ആയിരിക്കാം ഈ ഒരു ഡാറ്റ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഹിഡൻ അജണ്ട ഉള്ളത് LDF സർക്കാരിനായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ LDF സർക്കാരിന്റെ ചാരനായിട്ട്, അതായത് രാഹുലിന് തോന്നുകയാണ് എന്റെ സുഹൃത്താണ്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഡാറ്റാസ് തരുന്നത് എന്ന് പറയുമ്പോൾ പക്ഷേ അങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാഹുൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ രാഹുൽ അവിടുന്ന് രക്ഷപ്പെടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസിനും ചില സംശയങ്ങളുണ്ട്. ഞങ്ങൾക്കിടയിലുള്ള ആ ചാരൻ ആരാണ് എന്ന് തിരയുക പോലീസും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് എന്തായാലും നിർണായകമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരം. ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കുകയാണ്. എന്ത് വിധിയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വാദമാണ് ഉണ്ടായത്. ഇപ്പോൾ രാഹുലിനെ അനുകൂലിച്ച് രാഹുലിന്റെ അഭിഭാഷകനും പ്രത്യേകിച്ച് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമം നടക്കുന്നു. ആദ്യമൊക്കെ ഈ ഓഡിയോ വന്നപ്പോൾ പരാതിക്കാരിയോട് അന്വേഷണ സംഘം പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിപ്പെട്ടില്ല. പക്ഷെ മാസങ്ങൾക്ക് ശേഷം പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പരാതിക്കാരി രംഗത്ത് വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, CPM BJP ആണ് ഇതിന് പിന്നിലെന്നൊരു ശക്തമായ
ശക്തമായ വാദം മുന്നോട്ട് വച്ചിരിക്കുന്നു. മാത്രമല്ല പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകന്റെ വാദങ്ങൾ നമുക്കറിയാവുന്നതുപോലെ, അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത്തരത്തിൽ തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു, അത്തരത്തിലൊരു വാദം. അപ്പോൾ ഈ ആരുടെ വാദമാണ് ജയിക്കാൻ പോകുന്നത്? രാഹുലിന് മുൻകൂർ ജാമ്യം അടക്കമുള്ള ചോദ്യം. ഇന്ന് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. അപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ജാമ്യാപേക്ഷ കിട്ടുമോ അല്ലെങ്കിൽ അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം തുടക്കത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രാഹുൽ ഒളിവിൽ ഇരുന്നു കൊണ്ട് തന്നെ പല തെളിവുകളും നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും സ്ത്രീകളുമായിട്ട് വിശ്വാസത്തോടെയുള്ള ഒരു ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ടൊരു പക്ഷേ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. അപ്പോൾ ജാമ്യം കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും പാർട്ടി അടക്കം കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നുള്ളതാണ്. തുടക്കത്തിലൊക്കെ മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയായിരുന്നു. കാരണം ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നാണോ ഇതും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കോണിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് ആ മാധ്യമങ്ങൾക്ക് പോലും അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുന്നത്. എന്തായാലും കോടതിയുടെ വിധിയാണ് ഇന്ന് നിർണായകമായി മാറാൻ പോകുന്നത്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാഹുൽ അകത്തേക്കോ പുറത്തേക്കോ എന്നതറിയാൻ. ഇനി പറയുന്നത് പോലെ രാഹുൽ കീഴടങ്ങുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. സൂചനകൾ ലഭിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. അതായത് കീഴടങ്ങുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഇനി അറസ്റ്റിലേക്ക് നയിക്കപ്പെട്ടാൽ എന്തായിരിക്കും അല്ലെ, ഒരു വലിയൊരു ഇത് തന്നെയായിരിക്കും. രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് കീഴടങ്ങലായിരിക്കുമോ, അറസ്റ്റിന് വിട്ടുകൊടുക്കാം, അതിനൊരു സാഹചര്യം ഒരുക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും മണിക്കൂറുകൾ കാത്തിരിക്കാനിരിക്കുന്നു രാഹുലിൻ്റെ ഒരു ഇനിയുള്ള ഭാവി എന്താണ് എന്നറിയാം.